ഫിഫ്ത്ത് ചാപ്റ്ററിലെ നെക്സ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ. ഏതാ കണ്ടുപിടിക്കേണ്ടത്? മെത്തനോൾ. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ റിയാക്ഷനിൽ എവിടെയാണ്, ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ എവിടെയാണ് മെത്തനോൾ കിടക്കുന്നതെന്ന് നോക്കാം. നോക്കി, ഈ 3 ഇക്വേഷനിലും ഇവിടെയാണ് മെത്തനോൾ കിടക്കുന്നത് അല്ലേ? അന്നേരം നമുക്കറിയാം അത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണ് മെത്തനോൾ കിടക്കുന്നത്. നമ്മൾ അതിനെ പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് മാറ്റണം. അതായത് ജസ്റ്റ് ഒന്ന് തിരിച്ച് എഴുതിയാൽ മതി. അതായത് CO2 ഫസ്റ്റ് എഴുതി, പ്രൊഡക്റ്റിൻ്റെ സൈഡ് ആദ്യം എഴുതി. 2H2O ലിക്വിഡ് ഗീവ്സ് CH3OH പ്ലസ് 3/2O2. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചും മാറ്റുക. ഇവിടെ എന്താക്കുക? പോസിറ്റീവ് ആക്കുക. എന്താക്കുക? പോസിറ്റീവ് ആക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ താഴത്തേക്ക് വീണ്ടും ആ ഡേറ്റ താഴത്തേക്ക് എടുത്തെഴുതുക. അതിൻ്റെ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് എഴുതി. -393 kJ/mol എഴുതി. ദെൻ നെക്സ്റ്റ് H2 പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O അതും എഴുതി. അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എഴുതി. -286 kJ/mol. ഓക്കെ, അതെടുത്ത് എഴുതി. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇതെല്ലാം ക്യാൻസലാക്കി കളയണം. ഫസ്റ്റ് നോക്കിക്കേ, നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതിയപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരുന്നത് പോസിറ്റീവ് എഴുതി. അത് കറക്റ്റ് ആയിരിക്കും. ഇനി നോക്കുക, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരു CO2 ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഒരു CO2 ഉണ്ട്. ആ CO2 ഈ CO2 ക്യാൻസലാക്കി കളഞ്ഞു. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 2H2O ആണ്, പക്ഷേ ഇവിടെ ഒരു H2O ഉള്ളൂ അല്ലേ? അന്നേരം നമ്മൾ അതിന് മൊത്തം നമ്മളൊരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെയും 2 കൊടുത്തു. അതേപോലെ തന്നെ ഈ ഇക്വേഷനിൽ ഇവിടെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം നോക്കിക്കേ, ഈ 2H2Oയും ഈ 2H2Oയും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെയും പ്രൊഡക്റ്റിൻ്റെ സൈഡിലെയും ക്യാൻസലായിപ്പോയി. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഹാഫ് O2 ആണ്. ഇവിടെ ഒരു O2 ഉണ്ട്, ഇവിടെയും ഒരു O2. 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പോൾ ഒരു O2 കൂടെ കൂടുമ്പോൾ എത്ര O2 ഉണ്ട്? 2 O2 ഉണ്ട്. ഈ സൈഡിലേക്ക് നോക്കിക്കേ, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ എത്ര O2 ഉണ്ട്? 3/2O2. നിങ്ങൾക്കറിയാം 3/2 എന്ന് പറയുന്നത് 1.5 ആണ് അല്ലേ? 1.5, അതായത് 1/2 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1.5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ആര് വരും? ഒരു ഹാഫ് ബാലൻസ് വരും. അതായത് 2ൽ നിന്ന് 1.5 പോയാൽ ബാക്കി ആര് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ കിടക്കും. അതുകൊണ്ട് നമുക്ക് അതും എന്ത് ചെയ്യാം? ക്യാൻസലാക്കാം. അന്നേരം നിങ്ങൾക്ക് ഓർത്തിരിക്കണം, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എന്തുണ്ട്? ഒരു ഹാഫ് O2 ബാലൻസ് നിൽക്കുന്നുണ്ട്. ഇനി ബാലൻസ് കിടക്കുന്ന എല്ലാത്തിനെയും നമുക്ക് എടുത്തെഴുതാം. ദേ ആദ്യം നോക്കിക്കോ, ഈ സൈഡിൽ ആരുണ്ട്? നമ്മുടെ റിയാക്ഷൻ തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ്, ആൻസർ തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ്. അവിടെ നോക്കുക, ബാലൻസ് എന്തുണ്ട്? ഇവിടെ ഒരു C ഉണ്ട്, ആ C എടുത്തെഴുതി. ഓക്കെ, പ്ലസ് ഇനി ആരുണ്ട് ബാലൻസ്? അതെ 2H2 അല്ലേ? 2H2 ഉണ്ട്. പിന്നെ ബാലൻസ് എന്തുണ്ട്? ഒരു ഹാഫ് O2 കിടക്കുന്നുണ്ട് അല്ലേ? ഒരു ഹാഫ് O2 കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എന്ത് വരും? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ നമുക്ക് കിട്ടുന്ന, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ നമുക്ക് കിടക്കുന്നത് ആരാണ്? CH3OH ആണ്. ഏതാണ്? CH3OH അല്ലേ? ഹാഫ് O2 അല്ലേ? ഹാഫ് O2 എന്ന് പറഞ്ഞാൽ ഒരു O ആണ് വരുന്നത്. നോക്കിക്കേ, CH3 3H വരും. ഹാഫ് O എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? ഒരു O ആണ് വരുന്നത്. ഇവിടെ 2 O ഉണ്ട്, ഹാഫ് O2 എന്ന് പറയുമ്പോൾ ഒരു O ആണ്. അന്നേരം നോക്കിക്കോ, C ഒരെണ്ണം, H ഇവിടെ 4 എണ്ണത്തിൽ 3H എടുത്തു. ഇവിടെ ഒരു H ബാലൻസ് ഉണ്ട്, അത് എവിടെ പോയി? ആൽക്കഹോളിൽ OH വന്നു. പിന്നെ ഹാഫ് O2 എന്ന് പറഞ്ഞാൽ ഒരു O ആണ്. അന്നേരം നമുക്ക് എന്ത് കിട്ടി? മെത്തനോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി ആ തന്നിരിക്കുന്ന വാല്യൂകളെല്ലാം എടുത്തെഴുതുക. 776 അല്ലേ? പ്ലസ് എന്ത് എഴുതുക? -393 പ്ലസ് എന്ത് എഴുതുക? -286 × 2 എടുത്തെഴുതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? -239 kJ/mol എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക.